അല്ലെങ്കിൽ ഇത്രയും സമയം ഇവിടെ വന്നിട്ട് ആൾക്കാർക്ക് കഷ്ടപ്പെടേണ്ടി വരില്ല. മിഷൻ തകരാറ് പറഞ്ഞു, ആൾക്കാർ ചെയ്യാതെ മടങ്ങി പോകണം. ഇത് മിഷൻ തകരാറായ കാരണം അതിൽ ഇത്രയും വലിയ വോട്ടുകളെ വിളിച്ച് ചെയ്യാണ്ട് പോകണം. ആരെയും ഒരു പൂർവ്വ നമ്മുടെ അവകാശങ്ങൾ നഷ്ടപ്പെട്ട് എന്താ ഒരു പോകും വഴി ഉടനെ കാണണം. 6 മണിക്ക് മുൻപ് വന്ന് നിൽക്കുന്നവർക്ക് വോട്ട് ചെയ്ത് പോകാനുള്ളൊരു സജ്ജീകരണം ഇവർ ഒരുക്കും. അപ്പോൾ അതുകൊണ്ട് വോട്ട് ചെയ്യാതെ പോകേണ്ടി വരില്ല. ഭക്ഷണം പോലും കഴിക്കാൻ 3 മണിക്കൂർ 3 മണിക്കൂറായി പക്ഷേ ഇല്ലാണ്ട് നിൽക്കുകയാണ്. ഈ ഒരു ബൂത്ത് മാത്രം തകരാറ് ജാസ്തി ഓവറായിട്ട് ഇത്രയും ജനങ്ങൾ കണ്ടില്ലേ, ആ തലേന്ന് ഇത്രയും വരെ വോട്ട് ചെയ്യാൻ നിൽക്കും. രാവിലെ വന്നാ എന്നിട്ട് ചെയ്യാൻ പറ്റിയില്ല. കഷ്ടമാണ് സ്ഥിതി. ഇപ്പോഴാണ് ഒരു ഉന്നത ഉദ്യോഗസ്ഥനകത്തേക്ക് പോയത് വളരെ പെട്ടെന്ന്. പക്ഷേ എങ്ങനെയൊക്കെ തകരാറ് ഇതുവരെയും പരിഹരിക്കാൻ പറ്റിയിട്ടില്ല. തീർച്ചയായും ബിജു ഗൗരവത്തോടുകൂടി കാണേണ്ടതാണ്. കാരണം അവര് അധിക സമയം ഒരുപക്ഷെ നൽകിയേ പറ്റുകയുള്ളൂ. കാരണം ഇത്രയും കാലതാമസം വന്നു. പക്ഷെ അപ്പോഴും അവിടെ നിൽക്കുന്ന ആളുകളുടെ അവസ്ഥ നോക്കൂ. എത്ര മണിക്കൂറായിട്ട് അവർ കാത്തിരിക്കുന്നു, കുഞ്ഞുങ്ങളുമായിട്ട് വന്നിരിക്കുന്നു, ക്യൂ നീണ്ടുപോകാം. അപ്പോൾ വരുന്ന ഇനി എടുക്കാൻ പോകുന്ന അധിക സമയം, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട വിഷയമാണത്. അതെ, തീർച്ചയായിട്ടും. കാരണം ഇതൊരു വലിയ വീഴ്ചയായിട്ട് നമ്മൾ കാണേണ്ടി വരും. 3 മണിക്കൂർ 12 മണിക്ക് വന്നവർക്ക് വോട്ട് ചെയ്യാൻ പറ്റുന്നില്ല. 3 മണിക്കൂറായിട്ട് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഈ സംവിധാനത്തിലൊരു പോരായ്മയുണ്ടെന്ന് നമ്മൾ കരുതാൻ. കാരണം ഇവിടെ ഈ 56 ബൂത്തിൽ 1600 വോട്ടിലധികം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ക്യൂവിൻ്റെ നീളം ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വീഴ്ച ആയിട്ട് നമുക്ക് കണക്കൂട്ടാം. എന്തായാലും ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ പറന്ന് ഇതിനകത്തേക്ക് പോയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഇത് പരിഹരിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. ശരി ബിജു, പങ്കജം, മാധു സജീവമാണ് അവിടുത്തെ സാഹചര്യങ്ങൾ വ്യക്തമാക്കിയത്. അവിടെ കല്ലുകടിയായി അവസാനം മാറുന്ന ഈ ദിവസം കർണകി അമ്മൻ ഹയർ സെക്കൻഡറി സ്കൂളാണ്. 56-ാം നമ്പർ ബൂത്താണ്. ആ ബൂത്തിലാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അധികൃതർ ഇപ്പോൾ എത്തി. എന്താണ് സാങ്കേതിക തകരാറ് മെഷീന് പറ്റിയത് എന്ന് ഇപ്പോൾ മാത്രമാണ് അവർ പരിശോധിക്കുന്നത്. വോട്ടർമാരൊക്കെ തന്നെ ക്ഷമ നശിച്ചു നിൽക്കുന്ന സമയമാണ്.